അങ്ങനെ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് മാച്ച് ഇന്ന് മരാഡ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഡാർവിനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ വളരെ പരിതാപകരമായ രീതിയിലാണ് ഓസ്ട്രേലിയ അവസാനിപ്പിച്ചത്. ആദ്യം ടോസ് ചെയ്ത് ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 198 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ആകെ സ്റ്റീവ് സ്മിത്തിൻ്റെ ഒരു 70 റൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും വേണ്ടത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. വളരെ മോശം നിലയിലാണ് ഓസ്ട്രേലിയ ബാറ്റിംഗ് അവസാനിച്ചത്. അതിലെടുത്ത് പറയേണ്ടത് ക്യാമറോൺ ഗ്രീൻ ആൻഡ് ഡെബ്ഷെ. കഴിഞ്ഞ 10 ഇന്നിങ്സിലായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് ഒന്നും ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. പിന്നെയും ബെയിലിയും ആൻഡ്രൂ മക്ഡൊണാൾഡും കൂടി എന്തിനാണ് ഇവരെ തന്നെ വീണ്ടും വീണ്ടും സെലക്ട് ചെയ്ത് ടീമിൽ കളിപ്പിക്കുന്നത് യാതൊരുവിധ ഐഡിയ ഇല്ല. ആസ് എ ഓസ്ട്രേലിയൻ ഫാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഡേ 1 ആയിട്ടുള്ളൂ, ഇയർലി ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ കൂടിയും കറൻറ്റ്ലി നമ്മുടെ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത് ആണെന്ന് എല്ലാവർക്കും അറിയാം. താരതമ്യേന ദുർബലരായ ബംഗ്ലാദേശിന് വരെ നമ്മളെ കയറി ഇങ്ങനെ മേഞ്ഞിട്ട് പോകുമെങ്കിൽ WTC ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ BGT കളിക്കാൻ പോകുമ്പോൾ വളരെ പരിതാപകരമാകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ മാർണസ് ലബുഷേനെയും ഗ്രീനെയും ഇനിയും ഡിപ്പെൻഡ് ചെയ്തിരുന്നതിൻ്റെ കാര്യമില്ല. ഡ്രോപ്പ് ചെയ്യുക, റൺഷോ, ബാൻക്രോഫ്റ്റ് പോലുള്ള പ്ലെയേഴ്സ് പുറത്തുണ്ട്, അവരെ എടുക്കുക. പിന്നെ ഹെഡിനെ നമ്പർ 5 തിരിച്ചുകൊണ്ടിരിക്കുക. ഓപ്പണിംഗ് ഇട്ട് പുള്ളി ഒരു ക്ലച്ച് പ്ലെയറാണ്. പുള്ളി കളിക്കേണ്ട ആ പൊസിഷനിൽ പുള്ളി കളിച്ചാൽ ആ മിഡിൽ ഓർഡറിൽ നമുക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനിയും ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. അതേപോലെ തന്നെ വെതറാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും 1-2 സീരീസും കൂടി ചാൻസ് കൊടുക്കാം. പക്ഷേ വേണ്ടത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് പുള്ളിക്ക് തരാനില്ല. വാർണറിന് പോയതിന് ശേഷം പിന്നെ ഒരു ഇമ്പാക്റ്റ് തരാൻ നമുക്കൊരു ഓപ്പണറെ കിട്ടിയിട്ടില്ല. അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ സ്കൗട്ട് ചെയ്ത് നല്ലൊരു പ്ലെയറിനെ ടീമിൽ എത്തിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരും. പിന്നെ ഇപ്പോൾ സ്മിത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മെയിനായിട്ട് ഓടുന്നത്. സ്മിത്ത്, ക്യാരി, വെബ്സ്റ്റർ, ഹെഡ് ഈ 4 പേരിൽ മാത്രമാണ് ഒതുങ്ങി പോകുന്നത്. ആരെങ്കിലും ഒരാളെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നുള്ളൂ. എല്ലാവരും ഒത്തിരി ടീം ഗെയിം വരുന്നില്ല, വളരെ കുറവാണ്. പിന്നെ ബംഗ്ലാദേശിൻ്റെ ബോളിംഗ് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്രില്യൻ്റായിട്ട് ബോൾ എറിഞ്ഞു. അതിലിപ്പോൾ എടുത്ത് പറയാനുള്ളത് ഹസൻ മുഹമ്മദിൻ്റെ 6 വിക്കറ്റ് പ്രകടനം തന്നെയാണ്. അടിപൊളി ഗംഭീര ബോളിംഗ് തന്നെയായിരുന്നു. ഓസ്ട്രേലിയ ശരിക്കും വെള്ളം കുടിപ്പിച്ചതെന്ന് പറയാം. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് വളരെ മികച്ച തുടക്കം തന്നെയാണ് കിട്ടിയത്. 96 റൺസ് ആദ്യ ദിനം കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. 1 വിക്കറ്റേ പോയിട്ടുള്ളൂ. അത് മിച്ചൽ സ്റ്റാർക്ക് ആ വിക്കറ്റ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയറായി മാറിയിട്ടുണ്ട് ടെസ്റ്റിൽ. അതുമാത്രമാണ് ഓസ്ട്രേലിയക്ക് ഇന്നൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുണ്ടാവുക. പക്ഷേ ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അപ്പം